Hi students, how are you all? Last class we had taken the story A Snake in the Grass. Do you forget the drama? We had shown one video skit to you. Do you all remember it? Okay. Hope you all understood the story well, but still some students didn't catch it very properly. So we'll just go to the meaning quickly and we'll go to the activities. Okay. So all of you take page number 24. In that the first paragraph. Okay. A snake in the grass. Do you know what's the meaning by snake in the grass? You know it. Snake in the grass. Grass there is a snake. That's the heading of our story. Now coming to the first paragraph. It was a sunny afternoon. The inmates of the bungalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It crossed my wheel." He pointed to its track under the gate and resumed his journey. It was a sunny afternoon. What is sunny afternoon? You know what is afternoon. Sunny means വെയിലുള്ള സൂര്യൻ നല്ല ഉദിച്ച് നിൽക്കുന്ന നല്ല വെയിലുള്ള ഒരു ആഫ്റ്റർനൂൺ. ദ ഇൻമേറ്റ്സ്. വാട്ട് ഈസ് ഇൻമേറ്റ്സ്? അന്തേവാസികൾ അല്ലേ, അവിടുത്തെ താമസക്കാർ. ഇൻമേറ്റ്സ് ഓഫ് ദ ബാംഗ്ലോ വേർ അറ്റ് ദെയർ സിസ്റ്റ. വാട്ട് ഈസ് സിസ്റ്റ? ഉച്ചമയക്കം, ഉറക്കം എന്നൊക്കെ അർത്ഥം വരുന്നതാണ് സിസ്റ്റ. റെസ്റ്റോർഡ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ഉറക്കം എന്നതൊക്കെയാണ് സിസ്റ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. എ സൈക്ലിസ്റ്റ് റാങ് ഹിസ് ബെൽ അറ്റ് ദ ഗേറ്റ്. സൈക്ലിസ്റ്റ് എന്ത് ചെയ്തു? ബെല്ല് റാങ് ചെയ്തു. എവിടെ നിന്നിട്ടാണ്? അറ്റ് ദ ഗേറ്റ്. ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് ബെല്ല് റാങ് ചെയ്തു. ഫ്രാക്ടിക്കലി അല്ലേ? ഫ്രാക്ടിക്കലി പറഞ്ഞാല് എന്താണ്? പേടിച്ച് ഭ്രാന്ത് പിടിച്ച് ആകെ പേടിച്ച് ബേജാറായിട്ട് എന്ത് ചെയ്യും? അയാള് ബെല്ല് അടിച്ചു. ആൻഡ് ഷൗട്ടഡ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒച്ച വെച്ചു. A big cobra has got into your compound. എന്താണ് വന്നത്? A big cobra. What is cobra? You know what is cobra? എന്താണ് കോബ്ര? മൂർഖം പാമ്പിനെയാണ് അല്ലേ കോബ്ര എന്ന് പറയുന്നത്. കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. എങ്ങോട്ടാ വന്നത്? നിങ്ങളുടെ കോമ്പൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഇറ്റ് ക്രോസ്ഡ് മൈ വീൽ. എന്റെ ചക്രത്തിന്റെ മുന്നിലൂടെ അത് ക്രോസ് ചെയ്തു. ഹി പോയിന്റഡ് ടു ഇറ്റ്സ് ട്രാക്ക് അണ്ടർ ദ ഗേറ്റ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഇങ്ങനെ പോയിന്റ് ചെയ്തു, കൈകൊണ്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. എവിടെയാണ് അയാൾ ആ പോയ വഴി? അണ്ടർ ദ ഗേറ്റ്. ഗേറ്റിന്റെ അടിയിലൂടെ ഉള്ള ആ ട്രാക്ക് അയാൾ കാണിച്ചു കൊടുത്തു. ആൻഡ് റിസ്യൂംഡ് ഹിസ് ജേർണി. എന്നിട്ട് എന്ത് ചെയ്തു? അയാളുടെ യാത്ര തുടർന്നു. ഓക്കെ. The family considered of the mother and her 4 sons. They were greatly agitated to hear the news. Soon they assembled at the gate. Their old servant Dasa was sleeping in the shed. They shook him out of his sleep and told him about the arrival of the cobra. The family consisted of the mother and her 4 children. Family എത്ര members ആണ്? 5 members അല്ലേ? Mother and her 4 sons. They were greatly agitated. Greatly പറഞ്ഞാല് വളരെയധികം അല്ലേ? അല്ലെങ്കിൽ വളരെ ഇങ്ങനെ കേട്ട ഉടനെ അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാല് ആകെ ചാടി പുറപ്പെട്ടു. ടു ഹിയർ ദ ന്യൂസ് അല്ലേ? അത് കേട്ടപാട് എന്താണ് ന്യൂസ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അവർ പുറപ്പെട്ടു. സൂൺ ദേ അസംബിൾഡ് അറ്റ് ദ ഗേറ്റ്. എന്നിട്ട് അവരെല്ലാരും എന്ത് ചെയ്തു? അസംബിൾ ചെയ്തു. എവിടെയാണ് അസംബിൾ ചെയ്തത്? ഗേറ്റിന്റെ അവിടെ കൂടി നിന്നു അല്ലേ? Their old servant Dasa was sleeping in the shed. അല്ലേ? അവരെ ആ വയസ്സായ ഒരു ദാസ എന്ന് പറഞ്ഞ ഒരു സെർവന്റ് ഉണ്ടായിരുന്നു. He was sleeping in the shed. അല്ലേ? അവിടെ in the shed. ഷെഡിൽ ഉറങ്ങായിരുന്നു. They shook him out of his sleep. What is shock? തട്ടി എഴുന്നേൽപ്പിക്കുക അല്ലേ? Of his sleep. അവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. And told him about the arrival of cobra. എന്നിട്ട് എന്താ പറഞ്ഞത്? Arrival of cobra അല്ലേ? കോബ്രന്റെ arrival പറഞ്ഞു. Okay. Now the
Third paragraph. There isn't any cobra here, he replied, and tried to dismiss the matter. They sawed at him and warned him to be serious. The thing is somewhere here. If it is not found before the evening, we will dismiss you. You don't seem to care of the garden. There isn't any cobra here. What that means? ഇവിടെ കോബ്ര ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലേ. He replied. ആരാണ് റിപ്ലൈ കൊടുക്കുന്നത്? Old servant ദാസ. And try to dismiss the matter. എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, സംസാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. They sawed at him. അവരെല്ലാവരും എന്ത് ചെയ്തു? അയാൾക്ക് നേരെ തിരിഞ്ഞു. And want him to be serious. എന്ന് സീരിയസ് ആക്കാൻ വേണ്ടിയിട്ട് അയാളുടെ നേരെ തിരിഞ്ഞു. The thing is somewhere here. That thing is somewhere here. ആ സാധനം ഇവിടെ എവിടെയോ ഉണ്ട്. If it is not found before the evening, we will dismiss you. ഈവനിങ്ങോട് കൂടിയിട്ട് നമ്മൾ അതിനെ ഫൗണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ we will dismiss you. ഞങ്ങൾ നിന്നെ പിരിച്ചുവിടും. You don't seem to care for the garden. നിനക്ക് പിന്നെ ഗാർഡന്റെ കെയർ ഒന്നും നോക്കേണ്ടി വരില്ല. ഓക്കെ. Some neighbors dropped in. They looked accusingly at Dasa. You have the laziest servant on earth, they said. You ought to keep the surrounding tidy. I have been asking for you a grass cutter for months. Dasa said. In one voice, they ordered him to manage with the available things and learn not to make demands. Meanwhile, more neighbors assembled. They began discussing menace and the danger of snake bite. They began helping the neighbor in every possible way. They tucked up their dhotis, seized every available knife and crowbar, and began to hack the garden. Creepers, bushes, and lawns were laid low. What could not be trimmed was cut to the root. The inner wall of the house brightened with unobstructed glare striking in. When there was nothing more than be done, Dasa asked triumphantly, "Where is the snake?" Some neighbors dropped in. Some neighbors dropped in എന്നാൽ വീണു എന്നല്ല അർത്ഥം. കുറച്ച് ആളുകൾ വന്നു. They looked accusingly at Dasa. What is accusingly? എന്തോ ഒരു കുറ്റം ചെയ്ത പോലെ ദാസനെ നോക്കി. You have the laziest servant on earth. എർത്തിലെ ഏറ്റവും laziest servant നീയാണ്. They said. You ought means കടപ്പെട്ടിരിക്കുന്നു. To keep the surroundings tidy അല്ലേ? സറൗണ്ടിങ്സ് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നീ കടപ്പെട്ടിരിക്കുന്നു. I have been asking for you a grass cutter. Tidy എന്ന് പറഞ്ഞാൽ വൃത്തി. ഓക്കെ. I have been asking for you a grass cutter for months. ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. For a grass cutter for 4 മാസമായിട്ട് ഒരു ഗ്രാസ് കട്ടർ ചോദിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളോട്. ദാസ പറഞ്ഞു. In one voice they ordered him to manage with the available thing. എല്ലാവരും എന്ത് ചെയ്തു? ഒറ്റ ശബ്ദത്തിൽ എല്ലാവരും പറഞ്ഞു എന്ത് ചെയ്ത്? ഉള്ള സാധനം വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് മാനേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. And learn not to make demands. എന്നിട്ട് എന്ത് ചെയ്യണം? എന്താണ് ശീലിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്? ഇങ്ങനെ ഡിമാൻഡ് വെച്ച് ഒരു സമയത്ത് ഇങ്ങനെ ഡിമാൻഡ് പറഞ്ഞു നിൽക്കാല്ലാതെ പണി ചെയ്യാൻ വേണ്ടി പഠിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ് ചോദിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? പഠിക്കണം, അങ്ങനെ ശീലിക്കണം. Meanwhile,
കുറച്ച് സമയത്തിനകം more neighbors assembled. കുറച്ചും കൂടി neighbors അവിടെ കൂടി. They began discussing snake menace. അല്ലേ? സ്നേക്ക് അവിടെ എന്താണ് ഡിസ്കസ് ചെയ്തത്? സ്നേക്ക് മെനാസ് അല്ലേ? മെനാസ് എന്ന് പറഞ്ഞാല് ഡേഞ്ചർ ആണ് കേട്ടാ. അതിന്റെ സ്നേക്കിന്റെ ഉപദ്രവം അങ്ങനെയൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ആൻഡ് ദ ഡേഞ്ചർ ഓഫ് സ്നേക്ക് ബൈറ്റ്. പിന്നെ എന്താണ്? സ്നേക്ക് ബൈറ്റ്, സ്നേക്കിന്റെ ഉപദ്രവം, പിന്നെ സ്നേക്ക് കടിച്ചാലുള്ള ഡേഞ്ചറിനെ പറ്റിയിട്ടും അവർ സംസാരിച്ചു. ദേ ബിഗാൻ ഹെൽപ്പിംഗ് ദ നെയ്ബേഴ്സ് ഇൻ എവറി പോസിബിൾ വേ. എന്ത് തുടങ്ങി? ദേ ബിഗാൻ ഹെൽപ്പിംഗ് ദ നെയ്ബർ. അവരവരുടെ നെയ്ബറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി? ഇൻ എവരി പോസിബിൾ വേ, അവർക്ക് സാധ്യമാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ദേ ടക്ക്ഡ് അപ്പ് ദെയർ ധോത്തീസ്. ടക്ക് എന്ന് പറഞ്ഞാൽ നമ്മള് കുത്തുക, മുണ്ട് മുറുക്കിയെടുക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ടക്ക് അപ്പ് ദെയർ ധോത്തീസ് എന്ന് പറഞ്ഞാൽ അവരവരുടെ ധോത്തീസ് മീൻസ് ഇറ്റ്സ് ലൈക്ക് നമ്മളെ കേരളത്തിലെ ആളുകൾ ലുങ്കിയൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു ഇതാണ്. അപ്പൊ അവരവരുടെ ധോത്തി എന്ത് ചെയ്തു? തക്ക് ചെയ്തു. ആൻഡ് സീസ്ഡ് എവറി അവൈലബിൾ. സീസ്ഡ് എന്ന് പറഞ്ഞാല് എടുത്തു. അവര് അതിന്റെ ഇത് നോക്കി, എന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ നോക്കി. എവരി അവൈലബിൾ നൈഫ് ആൻഡ് കൗബാർ. എന്തൊക്കെ എടുത്തത്? എവരി അവൈലബിൾ നൈഫ് ആൻഡ് കൗബാർ. സാധ്യമാവുന്ന അത്ര നൈഫും കൗബാർസും അവരെടുത്തു, ക്രോബാർസും അവരെടുത്തു. വാട്ട് ഈസ് ക്രോബാർ? ഇരുമ്പ് പാര, ഇരുമ്പ് കമ്പിനൊക്കെയാണ് ക്രോബാർസ് എന്ന് പറയാം. ഓക്കെ. ആൻഡ് ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ. വാട്ട് ഈസ് ഹാക്ക്? വെട്ടാൻ തുടങ്ങി. ആൻഡ് ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ. ഗാർഡൻ ഹാക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. ക്രീപ്പേഴ്സ് യു നോ. ലാസ്റ്റ് സ്റ്റോറി വിസിറ്റ്. വാട്ട് ഈസ് ക്രീപ്പേഴ്സ്? വള്ളികളില്ലേ, മരത്തിൽ ചുറ്റിപ്പറ്റുന്ന വള്ളികൾ. ബുഷസ് യു നോ. ആൻഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ പുൽത്തകിട് കേട്ടോ. LAWNS ലോൺസ് എന്ന് പറഞ്ഞാൽ പുൽത്തകിട്. വേർ ലൈറ്റ് ലോ. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാം എന്ത് ചെയ്തു? ചെറുതാക്കി. വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് വാസ് കട്ട് ടു ദ റൂട്ട്. അല്ലേ? എന്താണ് ട്രിം ചെയ്യാതെ എന്താ ബാക്കി നിന്നത്? കട്ട് ടു ദ റൂട്ട്. റൂട്ടിലേക്കുള്ള ആ ഒരു സ്ഥലം മാത്രം ട്രിം ചെയ്യാതിന്നുള്ളൂ, വേറെയൊക്കെ ട്രിം ചെയ്തു. ദ ഇന്നർ വാൾ ഓഫ് ദ ഹൗസ് ബ്രൈറ്റൻഡ്. അല്ലേ? അതിന്റെ ഇന്നർ വാൾ എന്ത് ചെയ്തു? വാസ് ബ്രൈറ്റൻഡ്, നന്നാക്കി, തെളിവുള്ളതാക്കി. വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ. അല്ലേ? അൺഒബ്സ്ട്രക്റ്റഡ് മീൻസ് എന്താ? ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് തടസ്സമില്ലാത്ത. ഓക്കെ. ആൻഡ് ഗ്ലെയർ എന്ന് പറഞ്ഞാല് തിളങ്ങി. അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രൈക്കിംഗ് ഇൻ. അല്ലേ? അതിന്റെ ഉള്ളിൽ ഇങ്ങനെ തിളങ്ങി കണ്ടു. എല്ലാ ഒബ്സ്ട്രക്ഷൻക്കും നീക്കിയിട്ടുള്ള ആ ഒരു കാഴ്ച കണ്ടു. വെൻ ദർ വാസ് നത്തിങ് മോർ ടു ബി ഡൺ. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന അവസ്ഥ വന്നപ്പോ എന്തു പറഞ്ഞു? ദാസ ആസ്ക്ഡ് ട്രംപന്റ്ലി. ദാസ എന്ത് ചെയ്ത്? ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചത്? ട്രിംപന്റ്ലി പറഞ്ഞാല് വിജയിച്ച പോലെ, എന്തോ ഒരു വലിയ സംഭവം കഴിഞ്ഞ പോലെ ദാസ ചോദിച്ചു. വേർ ഇസ് എ സ്നേക്ക്? എവിടെ നിങ്ങൾ ഈ പറഞ്ഞ സ്നേക്ക് എന്ന അർത്ഥത്തിൽ ദാസ ചോദിച്ചു. ബട്ട് ഹി സെഡ് വേർ ഇസ് ദ സ്നേക്ക്? എവിടെയാണ് സ്നേക്ക് എന്ന് ചോദിച്ചു. ഓക്കെ. An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. On hearing it, the old woman became happy. You are fortunate. It is God Himself who has come to visit you. Don't kill the snake. Mother was heartily agreement. You are right. I forgot all about the promised Abhishekam. This is the reminder. She gave a coin to the beggar, who promised to send a snake charmer as she went. An old beggar cried for alms. An old beggar, ഒരു വയസ്സായ beggar, cried for alms. Alms means ഭിക്ഷ. At the gate, എവിടെ നിന്നിട്ടാണ്? ഗേറ്റിൽ നിന്നിട്ട് ഭിക്ഷയ്ക്ക് വേണ്ടി യാചിച്ചു. They told her that they were busy with a snake hunt. അവരെന്താണ്? They were busy with snake hunt. Snake huntൽ ബിസിയാണ്. On hearing it, the old woman became happy. ഇത് കേട്ടപ്പോ old woman എന്ത് ചെയ്തു? She became happy. അവര് ഹാപ്പി ആയി. You are fortunate. What is fortunate?
Fortunate means ഭാഗ്യം. നിങ്ങൾ ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. It is God himself who has come to visit you. അത് എന്താണ്? അത് ദൈവം തന്നെയാണ് നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം വന്നതാണെന്ന് പറഞ്ഞു. Don't kill the snake. സ്നേക്കിനെ കൊല്ലരുതെന്ന് പറഞ്ഞു. Mother was in heartily agreement. അല്ലേ, heartily പറഞ്ഞാൽ കംപ്ലീറ്റ്ലി. അതുപോലെ തന്നെ അവർ പറഞ്ഞത് അതേപോലെ തന്നെ ആ അഗ്രിമെന്റിനെ അവർ കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ അവർ സമ്മതിച്ചു. ആ പറഞ്ഞത് തന്നെ അവരും ഇതായി. യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഐ ഫോർഗോട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. ഞാൻ അഭിഷേകത്തിന് പ്രോമിസ് ചെയ്ത എല്ലാം പറഞ്ഞു. ദിസ് ഈസ് ദ റിമൈൻഡർ. ഇതെന്താണ്? ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. റിമൈൻഡർ മീൻസ് ഓർമ്മപ്പെടുത്തൽ. ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ. അവർക്ക് ആ ബെഗറിന് എന്ത് ചെയ്തു? ഷീ ഗേവ് എ കോയിൻ ഹു പ്രോമിസ് ടു സെൻഡ് എ സ്നേക്ക് ചാർമർ ആസ് ഷീ വെന്റ്. അവരെന്താ പ്രോമിസ് ചെയ്തത്? ഷീ വിൽ സെൻഡ് എ സ്നേക്ക് ചാർമർ. സ്നേക്ക് ചാർമർ എന്ന് പറഞ്ഞാൽ പാമ്പ് പിടുത്തക്കാരൻ അല്ലേ, അയാളെ സെൻഡ് ചെയ്യാമെന്ന് അവർ പ്രോമിസ് ചെയ്തു. ആസ് ഷീ വെന്റ്, അവർ പോയതിനോടൊപ്പം അവർ അങ്ങനെ പ്രോമിസ് ചെയ്തു. Now the next paragraph. Presently an old man appeared at the gate and announced himself as the snake charmer. They gathered around him. He spoke to them of his life and activities and his power over snakes. They asked admiringly, "How do you catch them?" Thus he said, pointing upon an imaginary snake on the ground. They pointed at the direction in which the cobra had gone and asked him to go ahead. He looked helplessly and said, "If you show me the snake, I will catch it at once. Otherwise, what can I do? The moment you see it again, send for me. I live nearby." He gave his name and departed. Presently. Presently means, what is presently? What is past? What is future? You know it. Presently എന്നാൽ ഇപ്പോൾ അല്ലേ. ഇപ്പോൾ an old man appeared on the gate. എവിടെയാണ് old man appear ആയത്? എവിടെയാണ് കണ്ടത്? ഒരാള് ഗേറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. And announced himself as the snake charmer. അല്ലേ, അയാള് ഒറ്റക്ക് തന്നെ സ്വയം അനൗൺസ് ചെയ്ത് എന്താണ്? അയാളാണ് സ്നേക് ചാർമർ എന്ന് അനൗൺസ് ചെയ്തു. They gathered around him. അവരെല്ലാരും എന്ത് ചെയ്തു? അയാളുടെ ചുറ്റും കൂടി. He spoke to them of his life activities. അയാൾ എന്ത് ചെയ്തു? അയാളുടെ ജീവിതത്തിലെ ആക്ടിവിറ്റീസ് ഒക്കെ അവരോട് പറഞ്ഞു. ആൻഡ് ഹിസ് പവർ ഓവർ ദ സ്നേക്ക്. സ്നേക്കിന്റെ മുകളിലുള്ള അയാളുടെ ശക്തിയും അയാളുടെ കഴിവിനെ പറ്റിയിട്ടൊക്കെ അയാൾ പറഞ്ഞു. ദേ ആസ്ക്ഡ് അഡ്മയറിംഗ്ലി. അഡ്മയറിംഗ്ലി എന്ന് പറഞ്ഞാല് ആരാധന അല്ലെ, ആരാധനയോടുകൂടി അവർ വളരെ ആരാധനയോടുകൂടി അവർ ചോദിച്ചു, ഹൗ ഡു യു ക്യാച്ച് ദം? നിങ്ങൾ എങ്ങനെയാണ് അവരെ പിടിച്ചത്? ദസ് ഹി സെഡ്, ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു? പൗച്ചിങ് അപ്പോൺ എൻ ഇമാജിനറി സ്നേക്ക്. ചാടി വീണു. പൗച്ചിങ് മീൻസ് ചാടി വീണു. അപ്പോൺ എൻ ഇമാജിനറി സ്നേക്ക്. ഒരു ഇമാജിനറി സ്നേക്കിന്റെ ഇല്ലാത്ത സ്നേക്കിനെ ഇമാജിൻ ചെയ്തിട്ട് അയാൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ചാടി വീണിട്ട് ഓൺ ദ ഗ്രൗണ്ടിൽ. They pointed at the direction in which the cobra had gone. അവരെല്ലാരും എന്ത് ചെയ്തു? അവരെല്ലാരും പോയിന്റ് ചെയ്തു. എങ്ങനെ, ഏത് ഡയറക്ഷനിലാണ്? which the cobra had gone. കോബ്ര പോയ സ്ഥലത്തേക്ക് അവർ പോയിന്റ് ചെയ്തു. ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗോ അഹെഡ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? മുന്നോട്ട് പോകാൻ വേണ്ടി അവർ ചോദിച്ചു. ഹി ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി ആൻഡ് സെഡ്. അയാൾ എങ്ങനെയാണ്? അയാൾ വളരെ ഹെൽപ്ലെസ്ലി ആയിട്ട്, വളരെ എന്താ പറയാ, ഒന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായനായിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് വൺസ്. നിങ്ങൾ സ്നേക്കിനെ കാണിച്ചു തരാണെങ്കിൽ ഐ വിൽ ക്യാച്ച് ഇറ്റ് വൺസ്, ഞാൻ അതിനെ ക്യാച്ച് ചെയ്യാം. അതർവൈസ് വാട്ട് ക്യാൻ ഐ ഡു? അല്ലെങ്കിൽ വാട്ട് ക്യാൻ ഐ ഡു, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ദ മൊമെന്റ് യു സീ ഇറ്റ് അഗെയിൻ സെൻഡ് മീ ഫോർ യു. ഇഫ് യു സീ ഇറ്റ് അഗെയിൻ സെൻഡ് ഫോർ മീ. അല്ലെ, എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനി കാണുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. ഐ ലീവ് നിയർ ബൈ. ഞാനിവിടെ അടുത്ത് തന്നെയാണ് ലീവ് ചെയ്യുന്നത്. ഹി ഗേവ് ഹിസ് നെയിം ആൻഡ് ഡിപ്പാർട്ടഡ്. അയാൾ എന്ത് ചെയ്തു? പേര് കൊടുത്തു. ആൻഡ് ഡിപ്പാർട്ടഡ്. ഡിപ്പാർട്ടഡ് മീൻസ് പിരിഞ്ഞു പോയി. ഓക്കെ. At 5 in the evening, they throw away their sticks and implements and returned to the veranda to rest. They had turned up every stone in the garden
and cut down every grass blade and shrub, so that the tiniest insects coming to the garden should have no cover. They were loudly discussing various measures they would take to protect themselves against reptiles in the future. When Dasa appeared before them, carrying a water pot whose mouth was filled with a slab of stone, he put the pot down and said, I have caught him in this. I saw him peeping out of it. I saw him before he could see me. He explained on the He explained at the length the strategy he had employed to catch the seal up the snake into the pot. They stood at a safe distance and gazed on the pot. Dasa had the glow of a champion on his face. Don't call me an idler hereafter, he said. Mother complimented him on his sharpness and wished he had placed some milk in the pot as the sort of religious duty. He picked up the pot consciously and walked off, saying that he would leave the pot and its contents with the snake's charmer living nearby. He became the hero of the day. They watched him in the great admiration, and decided to reward him adequately. At 5 in the evening 5 ആയപ്പോൾ they throw away their sticks. അവരെന്ത് ചെയ്തു? സ്റ്റിക്കൊക്കെ ത്രോ ചെയ്തു. ആൻഡ് ഇംപ്ലിമെന്റ്സ്. വാട്ട് ഈസ് ഇംപ്ലിമെന്റ്സ്? ഉപകരണങ്ങൾ അല്ലേ? അതിനു വേണ്ടി ഉപയോഗിച്ച ഉപകരണങ്ങൾ. ആൻഡ് റിട്ടയർഡ് ടു ദ വരാന്ത. എങ്ങോട്ടാ റിട്ടേൺ ചെയ്തത്? വരാന്തയിലേക്ക് റിട്ടേൺ ചെയ്തു. ടു റെസ്റ്റ്. എന്തിനാ? അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാന്തയിലേക്ക് റിട്ടേൺ ചെയ്തു. ദേ ഹാഡ് ടംപ്ഡ് അപ്പ് എവറി സ്റ്റോൺ. അവരെല്ലാ സ്റ്റോണും പൊക്കി നോക്കി ഇൻ ദ ഗാർഡൻ അല്ലേ? എല്ലാ സ്റ്റോണും എല്ലാ സാധനങ്ങളും അവരവിടുന്ന് എന്ത് ചെയ്തു? ട്രംപ്ഡ് ചെയ്തു. എല്ലാം വെട്ടിത്തെളിച്ചു, എല്ലാം പൊട്ടിച്ചു. കട്ട് ഡൗൺ എവറി ഗ്രാസ് ബ്ലേഡ് ആൻഡ് ഷോബ് അല്ലേ? കുറ്റിച്ചെടികളും ഗ്രാസും ഒക്കെ എന്ത് ചെയ്തു? അവര് ചെറുതാക്കി. സോ ദാറ്റ് ദ തൈനസ്റ്റ് ഇൻസെക്ട്സ്, ഏറ്റവും ചെറിയ ഏറ്റവും വലിയ ഇൻസെക്ട്സ് ആണ് കമ്മിങ് ടു ദ ഗാർഡൻ, അങ്ങനെയുള്ള ആളാണ് വരുന്നത് എങ്കിൽ കൂടെ ഷുഡ് ഹാവ് നോ കവർ അല്ലേ? ഈ കാരണങ്ങളൊന്നും ഇതൊന്നും അതിന് മറച്ചു വെക്കാൻ, അതിനിങ്ങനെ കവർ ചെയ്യാനുള്ള ഒരു സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതെല്ലാം റിമൂവ് ചെയ്തു. ദേ വർ ലൗഡ്ലി ഡിസ്കസിങ് വേരിയസ് മെഷേഴ്സ്. അവരെന്ത് ചെയ്തു? ഒച്ചത്തിൽ ഡിസ്കസ് ചെയ്യണം. എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? വേരിയസ് മെഷേഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ദേ വുഡ് ടേക്ക് ടു പ്രൊട്ടക്ട് ദംസെൽവ്സ് അഗെയിൻസ്റ്റ്, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ട് അവർ ചർച്ച ചെയ്യുന്നു. അഗെയിൻസ്റ്റ് റെപ്റ്റൈൽസ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ എന്തൊക്കെ റെപ്റ്റൈൽസ് മീൻസ് ഇഴജന്തുക്കൾ, റെപ്റ്റൈൽസ് വരുന്നതിനെ പറ്റിയിട്ടൊക്കെ അവർ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് അവർ സംസാരിച്ചു. വെൻ ദാസ അപ്പിയർഡ് ബിഫോർ ദം, പെട്ടെന്ന് ദാസ അപ്പിയർ ചെയ്ത സമയത്ത്, ക്യാരിയിങ് എ വാട്ടർ പോട്ട്. എന്താണ് വാട്ടർ പോട്ട്? വാട്ടർ അല്ലേ? വാട്ടർ ചെയ്യുന്ന, വാട്ടർ നമ്മൾ വെള്ളമൊക്കെ എടുക്കുന്ന കുടുക്ക പോലത്തെ സാധനം. വാട്ടർ പോട്ട്. ദോസ് മൗത്ത് വാസ് സീൽഡ് വിത്ത് എ സ്ലാബ് ഓഫ് സ്റ്റോൺസ്. ഒരു വാട്ടർ ബോട്ടിലായിട്ട് വന്നു. ആ വാട്ടർ ബോട്ടിലിന്റെ മൗത്ത് എങ്ങനെയാണ്? അതിന്റെ ടോപ്പ് എങ്ങനെയാണ്? ഹൂസ് മൗത്ത് വാസ് സീൽഡ് എന്നുവെച്ചാൽ കവർ ചെയ്തിട്ടുണ്ട്. എ സ്ലാബ് ഓഫ് സ്റ്റോൺ, ഒരു സ്റ്റോവിന്റെ സ്ലാബ് പോലത്തെ ഒരു പരന്ന സ്റ്റോൺ കൊണ്ട് അത് കവർ ചെയ്തിട്ടുണ്ട്. ഹി പുട്ട് ദ പോട്ട് ഡൗൺ ആൻഡ് സെഡ്, അയാൾ ആ ഇത് പോട്ട് ഡൗൺ താഴോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ്, ഞാൻ അവനെ ഇതില് പിടിച്ചിട്ടുണ്ട്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്, ഇതിന്റെ ഉള്ളിൽ നിന്ന് മെല്ലെ ഒളിഞ്ഞു നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഐ സോ ഹിം ബിഫോർ ഹി കുഡ് സീ മീ, എന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടു. ഹി എക്സ്പ്ലെയിൻഡ് അറ്റ് ദ ലെങ്ത് the strategy and he had employed to catch the seal up and the snake in the pot. ആ സ്നേക്കിനെ പോട്ടിൽ പിടിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? വളരെ ലെങ്തി ആയിട്ട് അതിന്റെ സ്ട്രാറ്റജി മീൻസ് തന്ത്രം, എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിച്ചതെന്നൊക്കെ വലിയതായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദേ സ്റ്റുഡ് അറ്റ് ദ സേഫ് ഡിസ്റ്റൻസ്, അവരെല്ലാരും എന്ത് ചെയ്തു? ഒരു സേഫ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനെങ്ങനെ തുറച്ചു നോക്കി. ആൻഡ് ഗേസ്ഡ് ഓൺ ദ പോട്ട്, എന്നിട്ട് പോട്ട് തുറച്ചു നോക്കി.
ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് എ ചാമ്പ്യൻ. ദാസക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചാമ്പ്യന്റെ ഗ്ലോ ഒക്കെ ഉണ്ട് ദാസന്റെ ഫേസിൽ, ഓൺ ഹിസ് ഫേസ്. ഡോണ്ട് കോൾ മീ ആൻ ഇറ്റ്ലർ ഹിയർ ആഫ്റ്റർ. വാട്ട് ഇസ് ഇറ്റ്ലർ? മടിയൻ. ഇനി എങ്ങാനും എന്നെ മടിയൻ എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇനിമേൽ മടിയൻ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. മദർ കംപ്ലൈൻഡ് ഹിം ഓൺ ഹിസ് കോംപ്ലിമെന്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്നെസ്. മദർ എന്ത് ചെയ്തു? അവനെ കോംപ്ലിമെന്റ് ചെയ്തു. കോംപ്ലിമെന്റ് ചെയ്യാനാല് ഒന്ന് പ്രശംസിച്ചു. ഓൺ ഹിസ് ഷാർപ്നെസ്, അവന്റെ ആ ബുദ്ധി സാമർത്ഥ്യത്തില്, ആ ഒരു ഇതില്, സൂത്രത്തിലൊക്കെ അവനെ പ്രശംസിച്ചു. ആൻഡ് വിഷ്ഡ് ഷി ഹാഡ് പ്ലേസ് സം മിൽക്ക് ഓൺ ദ പോട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? അവരൊരു ആഗ്രഹം പറഞ്ഞു. കുറച്ച് ആ പോട്ടിൽ എന്ത് ചെയ്താ? വിഷ്ഡ് ഷി ഹാഡ് പ്ലേസ് സം മിൽക്ക്, കുറച്ച് മിൽക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ആസ് ദ സ്പോട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി, റിലീജിയസ് ബിലീവിന്റെ പുറത്ത് അങ്ങനെ പാമ്പിന് പാല് കൊടുക്കണം എന്നൊരു ആചാരം ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നർത്ഥത്തിൽ അവർ സംസാരിച്ചു. ഹി പിക്ഡ് അപ്പ് ദ പോട്ട് കോൺഷ്യസ്ലി. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്തു? അവന് പോട്ട് എന്ത് ചെയ്തു? വളരെ കോൺഷ്യസ്ലി പോട്ട് എടുത്തു. ആൻഡ് വാക്ക്ഡ് ഓഫ് സെയിങ് ദാറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പൊ തന്നെ വേഗം എടുത്തിട്ട് വേഗം പോയി. എന്നിട്ട് എന്നിട്ട് പറഞ്ഞിട്ടാ പോകുന്നത്? ഹി വുഡ് ലീവ് ടു ദ പോട്ട് ആൻഡ് ഇറ്റ്സ് കണ്ടെയ്ൻസ് വിത്ത് ദ ഷേക്ക് ചാമ്പർ. ഷേക്ക് ചാമ്പറിന്റെ അടുത്ത്, ലിവിങ് നിയർ ബൈ, അവിടെ വീടിന്റെ അടുത്തുള്ള ഷേക്ക് ചാമ്പറിന്റെ അടുത്ത് ഇത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ഹി ബിക്കം ദ ഹീറോ ഓഫ് ദി ഡേ. എന്ത് ചെയ്തു? അവനവിടെ ബിക്കം ഹീറോ ആയി അല്ലെ? ആ ദിവസത്തെ ഹീറോ ആരാ? പാമ്പിനെ പിടിച്ച ആളാരാ? അവനതിന്റെ ഹീറോ ആയി. ദേ വാച്ച് ഹിം ഗ്രേറ്റ് അഡ്മിറേഷൻ. അവരെല്ലാരും അങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുക. എങ്ങനെയാണ് അവർ പോകുന്നത് നോക്കുന്നത്? ഗ്രേറ്റ് അഡ്മിറേഷൻ. അഡ്മിറേഷൻ എന്ന് പറഞ്ഞാല് വാട്ട് ഈസ് അഡ്മിറേഷൻ? അഡ്മിറേഷൻ മീൻസ് മതിപ്പ് അല്ലെ? ഗ്രേറ്റ് അഡ്മിറേഷൻ. ആൻഡ് ഡിസൈഡഡ് ടു റിവാർഡ് ഹിം അഡീക്വന്റ്ലി അല്ലെ? എന്നിട്ട് എന്ത് ചെയ്തു? അവർ വലിയ മതിപ്പോട് നോക്കിയിരുന്നു. ആൻഡ് ഡിസൈഡഡ് ടു റിവാർഡ്. എന്നിട്ട് അവരെന്താ ഡിസൈഡ് ചെയ്തത്? അവനെ റിവാർഡ് ചെയ്യാൻ വിട്ടു. എങ്ങനെയാണ് റിവാർഡ് ചെയ്യുന്നത്? ഹിം അഡീക്വന്റ്ലി അല്ലെ? അഡീക്വന്റ്ലി മീൻസ് സഫിഷ്യന്റ്ലി, മതിയായ രീതിയിൽ, വേണ്ട രീതിയിൽ അവന് റിവാർഡ് കൊടുക്കാൻ അവനെ ഡിസൈഡ് ചെയ്തു. ഓക്കെ, നൗ ദ ലാസ്റ്റ് പാരഗ്രാഫ്. It was 5 minutes since Dasa had gone when the youngest son cried, "See there, out of the hole in the compound wall, a cobra is emerged." It glided along towards the gate, paused for a moment to look at the gathering in the veranda which its hold half raised. It crawled under the gate and disappeared along the drain. When they recovered from the shock, they asked, "Does it mean there are 2 snakes here?" The college boy murmured, "I wish I had taken the risk and knocked the water pot from Dasa's hand. We might have known what is contained." It was 5 minutes since Dasa had gone. Dasa പോയിട്ട് 5 minutes കഴിഞ്ഞപ്പോ the youngest son cried. youngest son എന്ത് ചെയ്തു? cried, ഒച്ച വെച്ചു, കരഞ്ഞുകൊണ്ട് ഒച്ച വെച്ചു. See there, out of a hole. അങ്ങോട്ട് നോക്ക്, ആ ഹോളിലോട്ട് നോക്ക്. A compound wallന്റെ അപ്പുറത്തുള്ള ഹോളിലേക്ക് നോക്ക്. A cobra emerged. ഒരു കോബ്ര എന്ത് ചെയ്തു? emerged, come out അല്ലെ? വന്നു, പുറത്തേക്ക് വന്നു. emerged means come out, പുറത്തേക്ക് വരാം. It glided എന്ന് പറഞ്ഞാല് എഴഞ്ഞു. glided എന്ന് പറഞ്ഞാല് എഴഞ്ഞു പോയി. along towards the gate. എങ്ങോട്ട് എഴഞ്ഞു പോയത്? ഗേറ്റിന്റെ അങ്ങോട്ട് എഴഞ്ഞു പോയി. paused for a moment to look at the gathering. എന്നിട്ട് പെട്ടെന്ന് ഒരു മൂമെന്റ്, ഒരു ചെറിയ സെക്കൻഡ് എന്ത് ചെയ്തു? പൗസ് ചെയ്തു, ഒന്നിങ്ങനെ നിന്നു. to look at the gathering in the veranda. വരാന്തയിലുള്ള ഗാദറിങ്, ആളുകളെ, ആ കൂട്ടങ്ങളെ നോക്കിയിട്ട് അത് നിന്നു. with its hood എന്ന് പറഞ്ഞാല് പാമ്പിന്റെ പത്തിക്കാണ് ഹുഡ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ഹുഡ് ഹാഫ് റൈസ്ഡ്. എങ്ങനെയാണ്? ഹാഫ് റൈസ് ആയിട്ട് ആ പകുതി വിടർത്തിയിട്ട് അതിങ്ങനെ നോക്കി നിന്നു. ഇറ്റ് ക്രൗൾഡ് അണ്ടർ ദ ഗ്രേറ്റ്. ക്രൗലഡ് എന്ന് പറഞ്ഞാല് എഴഞ്ഞു പോയി. അണ്ടർ ദ ഗേറ്റ്, ഗേറ്റിന്റെ അടിയിലൂടെ എഴഞ്ഞു പോയി. ആൻഡ് ഡിസപ്പിയർഡ് അലോങ് എ ഡ്രെയിൻ. ആ ഡ്രെയിനിലെ ചാലിന്റെ ഇതിലേക്ക് അത് ഡിസപ്പിയർ ആയി. When they recovered from the shock നിന്ന് അവർ റിക്കവർ ചെയ്തപ്പോ they asked, അവർ ചോദിച്ചു, "Does it mean so there are 2 snakes here?" അതിന്റെ അർത്ഥം എന്താ? ഇവിടെ ഇപ്പൊ 2 snakes ഉണ്ടോ? The college boy murmured. college boy എന്ത് ചെയ്തു? മന്ത്രിച്ചു. "I wish I had taken the risk."
പക്ഷേ എനിക്ക് ആ റിസ്ക് എടുത്താൽ മതിയായിരുന്നു. ആൻഡ് നോക്ക് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്. എന്നിട്ട് ആ വാട്ടർ പോട്ടിൽ 2 തട്ട് കൊടുത്താൽ മതിയായിരുന്നു. വി മൈറ്റ് ഹാവ് നോൺ വാട്ട് ഈസ് കണ്ടെയ്ൻ. എന്നാലേ അപ്പം നമുക്ക് അറിയാമായിരുന്നു അതിൻ്റെ ഉള്ളിൽ ശരിക്കും സ്നേക്ക് ഉണ്ടോ ഇല്ലേ, എന്താണ് അതിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ പറഞ്ഞാൽ അടങ്ങിയിരിക്കുക, എന്താണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ദ സ്റ്റോറി. Hope all have understood. If you have any doubt, let me know. Okay. Now let's go to our activities. Take page number, activity 1 we already taken. Now we have to take page number 28, activity 2. What is it? Just read it. Imagine that the mother in the story, a snake in the grass, happens to see the snake again. She rings up the snake charmer, but unfortunately he is not there. She gets his wife on the phone. Read the telephonic conversation. ആ സ്റ്റോറിയിലുള്ള മദർ സ്നേക്കിനെ വിളിക്കുകയാണ് അല്ലേ, സ്നേക്ക് ചാമ്പറെ വിളിക്കുകയാണ്, ഫോൺ നമ്പറിൽ വിളിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യാം. അവർ തമ്മിൽ സ്നേക്ക് ചാമ്പർ അവിടെ ഇല്ല, പക്ഷെ സ്നേക്ക് ചാമ്പറിന്റെ വൈഫാണ് ഫോൺ എടുക്കുന്നത് അപ്പുറത്തുനിന്ന്. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലുള്ള മദറും സ്നേക്ക് ചാമ്പറിന്റെ വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, റീഡ് ഇറ്റ്. മദർ: hello, could I speak to Mr. Shankar, the snake charmer? Wife: sorry, he is not here. I am his wife. May I know who is speaking? I am Sudha from Malgudi North. When will he come? He be back? After an hour. Would you like to leave a message? Yes, please. We are in a fearful situation. A snake has entered in our premise and we are urgently in need of some help. Please ask him for call me back. It is very urgent. He knows my number. Sure, I will try to contact him. If not, I will tell him as soon as he is back. Thank you. Okay, സോ അത് കോൺവെർസേഷൻ ആണ്. എവിടെയാണ് നമ്മളെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, എവിടെയാണ് നമ്മളെ സ്നേക്ക് ചാർമർ ഉള്ളത്, സ്നേക്ക് ചാർമറോട് പെട്ടെന്ന് വരാൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മദറും സ്നേക്ക് ചാർമറിന്റെ വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഇനി നമുക്ക് എഴുതേണ്ടത് വേറൊരു കോൺവെർസേഷൻ ആണ്. യു ഹാവ് ടു റീഡ് ദിസ് വെരി കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ നെക്സ്റ്റ് കോൺവെർസേഷൻ. എന്താണ് എഴുതേണ്ടത്? ദ വൈഫ് കുഡ് നോട്ട് കോണ്ടാക്ട് ശങ്കർ. അല്ലെ, വൈഫിന് ശങ്കറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ദ സ്നേക്ക് ചാർമർ, അല്ലെ, സ്നേക്ക് ചാർമർ ആയാലും ശങ്കറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. The moment reached the house, his wife conveys the message. He rings the mothers immediately. Prepare the likely conversation between them. എന്താണ് സംഭവിച്ചത്? വൈഫിന് എന്തായില്ല, സ്നേക്ക് ചാർമറിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. പിന്നെ എന്താണ്, അയാള് വീട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ഹിസ് വൈഫ് കൺവേസ് ഹിസ് മെസ്സേജ്. അവരയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അയാൾ കുറെ കഴിഞ്ഞതിന് ശേഷം അയാൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അയാളുടെ വൈഫ് എന്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വിളിച്ചിരുന്നു, ഇങ്ങനെ മാൽഗുഡി നോർത്ത് നിന്ന് ഒരാൾ വിളിച്ചിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു. അപ്പൊ അയാൾ തിരിച്ച് അവരെ ആ നമ്പറിലേക്ക് വിളിക്കണം. ഇപ്പോൾ ഫസ്റ്റ് കോൺവെർസേഷൻ, വെൻ യു ആർ വാച്ചിങ് ടു ദ ഫസ്റ്റ് കോൺവെർസേഷൻ, ഹൂ ഓൾ ആർ ദെയർ ഇൻ ഫസ്റ്റ് കോൺവെർസേഷൻ? ആരൊക്കെയാ ഉള്ളത്? നമ്മളെ സ്റ്റോറിയിലെ മദർ ഉണ്ട്, പിന്നെ നമ്മുടെ ശങ്കർ അല്ലേ, സ്നേക്ക് ചാർമറിന്റെ വൈഫ് ഉണ്ട്. ഇവർ രണ്ടുപേരുമാണ് തമ്മിലുള്ള കോൺവെർസേഷൻ ആണത്. നൗ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ കോൺവെർസേഷൻ ഓഫ് സ്നേക്ക് ചാർമർ ആൻഡ് മദർ. ആ സ്നേക്ക് ചാർമറും ശങ്കറായ ചാർമറും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി കെയർഫുള്ളി. ഓക്കെ, ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ കം ടു യുവർ എക്സാംസ് ഓൾസോ. So you have to read the questions carefully, understand the meaning, then only you have to write it. Okay, so in this case, സ്നേക്ക് ചാർമർ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു വൈഫ് പറഞ്ഞതാണ്, ആൻഡ് ഹി ഈസ് കോളിംഗ് ദെയർ. ഫസ്റ്റ് എന്താണ്, സ്നേക്ക് ചാമ്പർ ആണ്. ഫസ്റ്റ് എന്തായിരിക്കും സ്നേക്ക് ചാമ്പർ പറയാ? നമ്മളൊരു ഫോൺ സംഭാഷണം, നമ്മൾ സാധാരണ ഒരാളെ കണ്ട് സംസാരിക്കുന്ന കോൺവെർസേഷനും ഫോൺ കോൺവെർസേഷനും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും. കണ്ട് സംസാരിക്കുമ്പോഴുള്ള പല സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യില്ല, ഫോൺ കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എന്തായിരിക്കും, നമ്മൾ ഫോണ് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഹലോ എന്തായിരിക്കും പറയാ സ്നേക്ക് ചാമ്പർ? ഹലോ, ഇത് ഞാന് ശങ്കറാണ്, വാട്ട് ഹെൽപ്പ് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറയായിരിക്കില്ലേ. അപ്പോൾ മദർ പറയും, ഓക്കെ, വെരി ഗുഡ്, നിങ്ങളിപ്പോ തന്നെ വന്നത് വളരെ നല്ലത്, വി വാണ്ട് വൺ ഹെൽപ്പ് എന്ന് പറയും.
പക്ഷെ എക്സാമ്പിൾ പറയും എന്തേക്കും വാട്ട് ഹാപ്പൻ അല്ലേ, എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിക്കും. വാട്ട് ഹാപ്പൻ, വാട്ട് ഓൾ തിങ്സ് വിൽ ഹാപ്പൻ, വേർ ആർ യു എന്നൊക്കെ ചോദിക്കുമ്പോൾ മദർ പറയും ഇൻ അവർ ഗാർഡൻ ദർ ഇസ് എ സ്നേക്ക് എൻറ്റേർഡ് ഇൻ അവർ കോമ്പൗണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ എക്സാമ്പിൾ പറയും ഓക്കെ വാട്ട് ടൈപ്പ് ഓഫ് സ്നേക്ക് എന്ന് പറയും. അപ്പോൾ മദർ പറയും അത് ഇന്ന സ്നേക്കാണ്, ഇത്ര വലുപ്പമുണ്ട്, ഇറ്റ്സ് വെരി ബിഗ് സ്നേക്ക്, ഇറ്റ്സ് ബ്ലാക്ക് സ്നേക്ക്, യെല്ലോ സ്നേക്ക് എന്നൊക്കെ മദറിന് അങ്ങനെ രീതിയിൽ എന്താ വെച്ചാൽ പറയാം. സ്നേക്ക് എക്സാമ്പിൾ പറയും വെയിറ്റ് ഐ വിൽ കം റൈറ്റ് നൗ എന്ന് പറഞ്ഞിട്ട് ഫോൺ ബൈ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. ഓക്കെ, so that's it. I just want to give you a picture. Don't catch the same sentence. You have to write your own. Okay, just write it and send me back. Don't worry, if you have made any mistake we can correct it and write it again, no problem. Okay, can you do this? Fine. Now let's go to the third activity. Given below are a few tongue twisters. Take turn to read them aloud. Okay, what is tongue twister? You might have heard about it in early classes. Tongue twisters അല്ലേ, നമ്മൾ പഴഞ്ചൊല്ലുകളൊക്കെ പോലത്തെ ഇതിനാണ് ടങ് ട്വിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എ ഗുഡ് കുക്ക് കുഡ് കുക്ക് ആസ് മച്ച് കുക്കീസ് ആസ് എ ഗുഡ് കുക്ക് ഹു കുഡ് കുക്ക് കുക്കീസ്. ഓക്കെ, now black buck bit a big black bear, but where is the big black bear that the big black buck bit? And the third one is the sixth sheep is sick. Okay, so like that we will already use എന്തൊക്കെയാ നമ്മൾ യൂസ് ചെയ്യുക, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, like that lots of tongue twister we are already using. She sells on the seashore, etc. Lots of tongue twister we already use. So you have to collect it and write it in your notebook. Okay, activity 3 you have to write in your notebook. You have to collect maximum tongue twisters. Okay, ഈ ഇവിടെയുള്ള ടെക്സ്റ്റിലുള്ള ഈ 3 എഴുതണ്ട, അതല്ലാതെ ഉള്ള tongue twisters നമുക്ക് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം, എന്നിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. ഓക്കെ, ഡോണ്ട് വറി, ഐ വിൽ സെൻഡ് സം tongue twister along with this video. Some you can write your own. Okay, fine, that's you can write. While coming to the fourth activity, it's you have to write one role play and script. Script of one role play. Okay, എന്താണ് the snake in the grass? Like I had shown in last class, I shown one script അല്ലേ, ഒരു സ്ക്രിപ്റ്റ് ആണ് അത്. സ്ക്രിപ്റ്റ് പ്ലേ ആയി ഇതായതാണ്, പക്ഷെ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ആ സ്ക്രിപ്റ്റ് എഴുതൂലേ, ആരൊക്കെയാണ് എന്തൊക്കെയാണ് വേണ്ടത്, സ്നേക്കിന്റെ ക്യാരക്ടർ എന്റെ ഗ്രാസ് എഴുതും, പിന്നെ നമ്മൾ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അതിലുള്ളത് എഴുതും. ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്, അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, മദർ, 4 സൺസ്, നെയ്ബേഴ്സ്, ഓൾഡ് ബെക്കർ, സെർവന്റ് ദാസ. പിന്നെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സെറ്റിങ്സ് ആണ് വേണ്ടത് അവിടെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും വേണ്ടി വരിക, റോൾ പ്ലേ ആണെന്നുണ്ടെങ്കിൽ ഒരു കോർട്ട്യാർഡ് വേണ്ടി വരും, പിന്നെ ഒരു ഗാർഡൻ പോലെ കുറച്ച് സ്ഥലം വേണ്ടി വരും. ഇതൊക്കെ അല്ലേ നമ്മുടെ സ്റ്റോറിയിലുള്ളത്. പിന്നെ എന്തായിരിക്കും, കർട്ടൻ റൈസ്, ഫസ്റ്റ് കർട്ടൻ പൊന്തുന്നു, കർട്ടൻ പൊന്തിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാവുക, ദ കോർട്ട്യാർഡ് ഓഫ് ദ ഹൗസ് ഉണ്ടാവും, ദ മദർ ഉണ്ടാവും അവിടെ, ആൻഡ് 4 സൺസ് ഉണ്ടാവും, ആൻഡ് സെർവന്റ് ദാസ വേർ ഒബ്വിയസ്ലി ഫ്രൈറ്റൻഡ് ആൻഡ് ആർ സെർച്ചിങ് ഫോർ ദ സ്നേക്ക്. an old beggar enters. ആ ഓൾഡ് ബെഗർ എൻ്റർ ചെയ്യുന്ന സീനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ലൈക്ക് ഇൻ യുവർ എക്സാം ഇറ്റ് വിൽ ബി ഇൻ ഡിഫറെന്റ് കണ്ടീഷൻ. എക്സാമിന് ചിലപ്പോൾ സെയിം കണ്ടീഷൻ തന്നെ ചോദിക്കണമെന്നില്ല, വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇതായിരിക്കും. ചിലപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റോറിയിലെ റിവറിലെ ഒരു പോർഷൻ എടുത്തിട്ട് അത് സ്കിറ്റ് ആക്കാനായിരിക്കും പറയാം. സോ യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. എന്നിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ സ്കിറ്റ് ഇത് നമ്മളെ സ്ക്രിപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യണം, ഫസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കണം, പിന്നെ അവിടെ എന്താ എഴുതിയിട്ടുള്ളത്, നമുക്ക് ക്യാരക്ടേഴ്സ്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ട് ആ സ്ക്രിപ്റ്റിൽ എന്നുള്ളത് എഴുതണം. പിന്നെ സെറ്റിങ്സിൽ നമ്മൾ ഏതൊക്കെ സെറ്റിങ്സ് ആണ്, എന്തൊക്കെ സെറ്റിങ്സ് ആണ് അതിന് വേണ്ടത്, എന്താ വേണ്ടത്, ഇവിടെ എന്താണ് കോർട്ട്യാർഡ് ഓഫ് ഹൗസ് അല്ലേ, പിന്നെ അതിൽ ഗാർഡനും ഉണ്ട് കേട്ടോ, ഗാർഡൻ അങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാം. അപ്പൊ ആ സെറ്റിങ്സ് ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ സെറ്റിങ്സ് സെറ്റപ്പ് ചെയ്യണം. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുക, ഫസ്റ്റ് കർട്ടൻ റൈസ്, ഫസ്റ്റ് കർട്ടൻ ഉയരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളത് അതിനെ പറ്റിയിട്ട്
അതിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് സീനിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക, ആരൊക്കെ ഉണ്ടാവുക, എന്തൊക്കെയാണ് ഉണ്ടാവുക ആ സീനിൽ ഉണ്ടാവേണ്ടത്, എവിടെയാണ് നമ്മൾ ഹൗസ് എവിടെയാണ് ഉണ്ടാവുക, ഗാർഡൻ ഏത് ഭാഗത്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതാക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ കോൺവെർസേഷൻ എഴുതുന്നത് പോലെ ഓരോരുത്തരെ നെയിം ചെയ്ത് ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളത് ആ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ ഡയലോഗ്സ് എഴുതാം. ഇപ്പൊ ഇവിടെ ഓൾഡ് ബെഗർ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓൾഡ് ബെഗർ എന്താ പറഞ്ഞത്? ഓൾഡ് ബെഗർ ആദ്യം അങ്ങനെ വിളിച്ചു അവരെ അല്ലെ. അപ്പൊ അവരെന്ത് പറഞ്ഞു? മദർ എന്ത് പറഞ്ഞു? വി ആർ ബിസി ഇൻ സ്നേക്ക് ഹഡിങ് അല്ലെ, സ്നേക്കിനെ പിടിക്കുന്നതിൽ നമ്മൾ തിരക്കിലാണ് പറഞ്ഞു. അപ്പൊ ഓൾഡ് ബെഗർ എന്ത് പറഞ്ഞത്? നോ ഡോണ്ട് ക്യാച്ച് ദ സ്നേക്സ് ദ ഗോഡ് എന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോ മദർ എന്ത് പറഞ്ഞത്? ഓക്കെ, അത് ശരിയാണ്, ഐ ഫോർഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് മദർ പറഞ്ഞു. എന്നിട്ട് പിന്നെ മദർ തിരിച്ച് ആരോ കാശ് കൊണ്ടേ കൊടുത്തു. എന്നിട്ട് മറ്റേ സ്നേക്ക് ചാർമറിനെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു അവരോട് പോകുന്ന വഴിക്ക്. സോ ദിസ് ഓൾ ആർ ഹാപ്പൻസ്, ദിസ് ഓൾ തിങ്സ് യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, ദിസ് ഈസ് ഓൺലി ഫോർ ദ വൺ സീൻ. ഇതിപ്പോ ജസ്റ്റ് ഒരു സീനാണ്. എക്സാമിന് യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി. ഒരു ഫുൾ സ്ക്രിപ്റ്റ് ആണ് ചോദിക്കുന്നത്, അതോ ഒരു സീന് മാത്രം എടുത്തിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് മാത്രമാണോ വേണ്ടത് നോക്കിയിട്ട് യു ഹാവ് ടു ആൻസർ ഇറ്റ്. അണ്ടർസ്റ്റുഡ്? സോ വിൽ ടെൽ ഫ്രം ദ ഫസ്റ്റ് സ്നേക്ക്. നമുക്ക് എന്തൊക്കെയാണ് സ്ക്രിപ്റ്റിന് വേണ്ടത്? ഹെഡിങ് കൊടുക്കണം. വാട്ട് ഈസ് ദ പ്ലാന്റെ ഹെഡിങ് എന്താന്നുള്ളത് അത് കൊടുക്കണം. പിന്നെ ക്യാരക്ടേഴ്സ്, ആ സ്ക്രിപ്റ്റിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണുള്ളത് എന്നുള്ളത് നമ്മൾ എഴുതണം. ദെൻ സെറ്റിങ്സ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ സെറ്റിങ്സ്, ഏതൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണുള്ളത്, എങ്ങനെയൊക്കെയാണ്, ഒരു ഹൗസ് ആണോ, ബിഗ് ഹൗസ് ആണോ, സ്മോൾ ഹൗസ് ആണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ എഴുതണം. പിന്നെ നമ്മൾ ഫസ്റ്റ് കർട്ടൻ റൈസ് ആകുമ്പോൾ കർട്ടൻ റൈസ്, പിന്നെ കർട്ടൻ താന്നിട്ട് നെക്സ്റ്റ് സീൻ ആകുമ്പോൾ കർട്ടൻ ഡൗൺ, സീൻ നമ്പർ 2 എന്ന് പറഞ്ഞ് എഴുതുക അടുത്ത സീൻ തുടങ്ങുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത്? അത് കഴിഞ്ഞിട്ട് ആ സ്ക്രീനിൽ ഫസ്റ്റ് കർട്ടൻ റൈസിന് ശേഷം ഒരു പാരഗ്രാഫിൽ അവിടുത്തെ നിലവിലെ വ്യൂ എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങൾ എവിടെയൊക്കെയാണ്. ഒരു ക്ലാസ് റൂമിനാണ് നമ്മളത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ബോർഡ് അവിടെ ഉണ്ട്, ക്ലാസ് ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ട്, കുട്ടികൾ മുന്നിലിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. ഇവിടെ ക്ലാസ് റൂം അല്ല, ഇവിടെ നമ്മളെ സ്റ്റോറിയിലെ ആ ഓൾഡ് ബെഗർ വരുന്ന സീനാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ഇവിടെ എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്താ വെച്ചാൽ അത് എഴുതാം. Okay, understood? Just write this one in your notebook. Okay. The fifth one is very simple. I think you can do it your own. Okay. Fifth is very simple, and sixth is for your study purpose. You have to learn it. Okay, read it very carefully and learn it. They are all telling of idiom. Idiom എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്താണ് ഉപയോഗിക്കുന്നത്? ഡിഫറെന്റ് ഫ്രം ദ മീനിങ് ഫ്രം ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. നമ്മൾ എക്സാക്ട്ലി മീൻ ചെയ്യുന്ന സാധനത്തിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിക്കാരം. അതായത് ആ വേർഡ്സിന്റെ സെയിം മീനിങ് ആവില്ല ആ സിറ്റുവേഷനിൽ വേറെ മീനിങ് ആയിക്കാരം. അതിന്റെ സെയിം മീനിങ് എക്സാക്ട് ഡിക്ഷണറി മീനിങ് നോക്കിയാൽ ആ സിറ്റുവേഷനിൽ മാച്ച് ആവാത്ത വേർഡ്സിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഒരു എക്സാമ്പിൾ അവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ഇപ്പോ നമ്മളെ പെട്രോൾ കോരി ഒഴിക്കുന്ന പരിപാടിയാണ് എന്നൊക്കെ പറയില്ലേ? എന്തിനാണ് പറയാ? ടു മേക്ക് എ പ്രോബ്ലം വേഴ്സ്. ഒരു പ്രശ്നം കൂടുതൽ പ്രശ്നമാക്കുന്ന ഒരാളോടാണ് ചിന്തയുടെ പെട്രോൾ മണ്ണെണ്ണ കോരി ഒഴിക്കല്ല എന്നൊക്കെ നമ്മൾ പറയും. തീയില് മണ്ണെണ്ണ കോരി ഒഴിക്കുന്ന പരിപാടി ചെയ്യല്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ? സോ അതെന്താ ചെയ്യുന്നത്? ഒരു പ്രശ്നത്തിനെ കൂടുതൽ പ്രശ്നമാക്കാതിരിക്കാനുള്ള പ്രശ്നമാക്കുന്ന അങ്ങനെ ഉള്ള ആൾക്കാരോട് പറയുന്ന വർത്താനാണ് അങ്ങനത്തെ വർത്താനം. അതാണ് അവിടെ എഴുതിയിട്ട് ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ഫയറിലേക്ക് ഫ്യൂവൽ ആഡ് ചെയ്യുന്നത് ഇത് എന്ന് പറയും. അതെന്തിനാണ്? ടു മേക്ക് എ പ്രോബ്ലം വേഴ്സ്. ഒരു പ്രശ്നം കൂടുതൽ വേസ്റ്റ് ആക്കാതിരിക്കുക എന്ന സെയിം അർത്ഥത്തിലാണ് ആ സെന്റൻസ് പ്രയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഫോർ എക്സാമ്പിൾ അനദർ തിങ്, ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയും ചിലപ്പോൾ. ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സാക്ട് മീനിങ് എന്താ? അത് എന്റെ ചായ അല്ല, ഇതിന്റെ കപ്പ് ചായ അല്ല എന്നാണ് അതിന്റെ എക്സാക്ട് മീനിങ്. പക്ഷെ ശരിക്കും അത് വേറെയുള്ള സാഹചര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് അതിഷ്ടമല്ലാത്തത്, എന്തുകൊണ്ട് നിങ്ങൾ സിനിമ കാണാനില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ടൂറ് പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്, അതിന്റെ താല്പര്യമില്ലാത്ത കാര്യമാണ് എന്ന് പറയുമ്പോൾ ആളുകൾ പറയുന്നതാണ് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. അണ്ടർസ്റ്റുഡ്? എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള നമ്മുടെ രീതി അല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമ്മളെ ഹോബി അല്ലാത്ത കാര്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ എന്താ അങ്ങോട്ട് പോവാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് കല്യാണത്തിന് പോവാത്തത്, ബിരിയാണി എന്താ കൂടുതൽ തിന്നാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലർ പറയും ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ.
അതെൻ്റെ ഇതല്ല, അത് എനിക്ക് എനിക്ക് അതിൽ താല്പര്യമില്ല, അതെൻ്റെ മേഖലയല്ല എന്നർത്ഥത്തിലാണ് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നത്. പക്ഷെ ആസ് ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ അതിന്റെ സെയിം മീനിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ അതെന്റെ ചായപാത്രമല്ല, അതെന്റെ കപ്പ് ചായ അല്ല എന്നാണ് മീനിങ്. സോ ദാറ്റ്സ് നോട്ട് ദ സെയിം മീനിങ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ വേർഡ്സിനെയാണ് ഇവിടെ എന്ത് പറയുന്നത്, ഇഡിയോം എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? You can read this. You have some conversation between Mohan and Govind. You have to read it. അത് വായിച്ചാൽ you can identify an example. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. To add fuel to the fire is equal to make a problem worse. അതേമാതിരി it's not my cup of tea. അതുപോലെ ഒരുപാട് വേർഡ്സ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. Okay, so in these stories we had seen a lots of such words. ചില എക്സാക്ട് മീനിങ് നമ്മൾ ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ അത് ഡിഫറെന്റ് ആയിരിക്കും. ബട്ട് ആ സ്റ്റോറിന്റെ ആ സാഹചര്യത്തിൽ സിറ്റുവേഷനിൽ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ളതായിരിക്കും. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ. ആക്ടിവിറ്റി 7 ജസ്റ്റ് ആക്ടിവിറ്റി 6ന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ്. അതിൽ യു ക്യാൻ ഫൈൻഡ് ദ ലിസ്റ്റ് ഇഡിയോംസ് ഇൻ കോളം എ, മാച്ച് ദം ഇൻ ദെയർ മീനിങ് ഇൻ കോളം ബി. നമ്മൾ ഇതുപോലെ നമ്മുടെ സ്റ്റോറിയിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ മാച്ച് ചെയ്യാനാണ്. ഫിയർ, ഒരുപാട് വേർഡ്സ് ഉണ്ട്. അതിന് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. അതൊക്കെ എന്ത് ചെയ്യുക, ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് ഈ ഇതിലുള്ള കോൺവെർസേഷന് മുകളിലുള്ള. അത് എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്യുക. മനസ്സിലായോ? അതിൽ കോളം എയില് ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ഉണ്ട്, പിന്നെ കോളം ബിയില് അതിന്റെ ഇതും ഉണ്ട്, അതിന്റെ മീനിങ്ങും ഉണ്ട്, എക്സാക്ട്ലി എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. സോ അത് രണ്ടും എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് റൈറ്റ് ചെയ്ത. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലാസ്റ്റ് ഫിൽ ദ ബ്ലാങ്ക്സ് ചൂസിങ് suitable items from those given above. മുകളിൽ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് എന്ത് ചെയ്യുക, അവിടെ ഫിൽ ചെയ്യുക. ചൂസിങ് സൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റംസ് ചൂസ് ചെയ്തിട്ട് അത് ഫിൽ ചെയ്യാം. അണ്ടർസ്റ്റുഡ്? Can you do this? Okay, fine. Coming to the 8th one, it's very simple. ലൈക്ക് നമ്മളൊരു ലാസ്റ്റ് ആ കോളേജ് ബോയ് മർമർ ചെയ്തിട്ടുണ്ടല്ലേ, ഐ വിഷ് ഞാനതൊന്ന് നോക്കിയിരുന്നെങ്കിൽ നമുക്കത് കണ്ടെത്താമായിരുന്നു അല്ലേ. അപ്പൊ ആ സെയിം സ്ട്രക്ചർ വരുന്ന അതുപോലത്തെ കുറെ വേർഡ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കുറെ പീപ്പിൾസിന്റെ ഇത് കോൺവെർസേഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഐ വിഷ് എന്ന് വെച്ച് തുടങ്ങുന്നത്. ലുക്ക് അറ്റ് ദ ബോയ്. ആ ബോയ് എന്താ പറയുന്നത്, ഐ വിഷ് ഐ ഹാഡ് വോൺ ദ മാച്ച്. ഞാൻ ആ കളി ജയിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വിഷ് ഐ ഹാഡ് ഓൺ എ കാർ, അല്ലെ, ഞാനൊരു കാറ് വാങ്ങിയിരുന്നെങ്കിൽ, ഒരു കാറിന് ഉടമസ്ഥനായിരുന്നെങ്കിൽ എന്നൊരാൾ ചിന്തിക്കുകയാണ്. പിന്നെന്താണ്, ഐ വിഷ് ഐ വെർ എ ബേർഡ്, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ എന്ന് ഒരു ഗേൾ ചിന്തിക്കുകയാണ് അല്ലെ. അപ്പൊ അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ പറയണേ, ഞാൻ അതായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ അങ്ങനെ ആകുമായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൽ കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. ഇതുപോലെ ഐ വിഷ് വെച്ചിട്ട് എന്ത് ചെയ്യുക, യു ഹാവ് ടു റൈറ്റ് സം സെന്റൻസ്. ഫസ്റ്റ് വൺ ഐ വിഷ് ഐ ഹാഡ് ഉണ്ടല്ലേ. ഐ ഹാഡ് എന്താണ്, ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട്, എന്തായിരിക്കും ഉണ്ടാവുക, യു ക്യാൻ റൈറ്റ് എ ബൈസിക്കിൾ, യു ക്യാൻ റൈറ്റ് എ കാർ, എക്സെട്ര. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഐ വിഷ് ഐ ഹാഡ് ഇല്ല, ഐ വിഷ് ഐ എന്തായിരിക്കും, ഐ വെർ എ ബ്യൂട്ടിഫുൾ ഐ വെർ എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, അല്ലെ, ഞാനൊരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ. ഐ വിഷ്, പിന്നെ ഐ വിഷ് ഉണ്ട്, ഐ വിഷ് ഐ വുഡ് ഫ്ലൈ ഇൻ ദ സ്കൈ. പിന്നെ അതുപോലെ ഇത് ഐ വിഷ് ഐ വുഡ് ഹാവ് ആപ്പിൾ ഫോൺ. ഐ വിഷ് ഐ ഹാവ് ഗോൺ ടു ദ കുണു മണാലി. ഐ വിഷ് ഐ ഹാഡ് ഐ വിഷ് ഐ വെർ new shirts and pants, new dress, like that you can write. Okay, so അതുപോലെ I wish വെച്ചിട്ട് whatever things you can imagine and write. These things you have to fill it. Okay, now it's the second activity is about to understand the relative pronoun. റിലേറ്റീവ് പ്രോണോൺ എന്താന്നുള്ളതാണ്. അവിടെ ഇറ്റാലിക്കിൽ കൊടുത്തതൊക്കെ റിലേറ്റീവ് പ്രോണോൺസ് ആണ്. ദ ഫാമിലി വിച്ച് കൺസിസ്റ്റ് ഓഫ് ദ മദർ ആൻഡ് ദെയർ 4 sons were second one, she gave a coin to the beggar who promised the, send the snake chamber soon. അല്ലേ. ഇപ്പോൾ 4 sons, 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 4
For example, our teacher appreciated the student who got good mark in their English exam. അല്ലേ, നമ്മുടെ ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്തു ആരാണ്? ഹു ഗോട്ട് ഗുഡ് മാർക്ക് ഇൻ എക്സാംസ്. അപ്പോൾ അവിടെ ആ ഹു ഇല്ലേ, ആ ഹൂവിനെയാണ് നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ലൈക്ക് മൈ റെഡ് ഷർട്ട് വിച്ച് ഗിവൺ ബൈ മൈ അങ്കിൾ. ഞാൻ ഐ ലൈക്ക് മൈ റെഡ് ഷർട്ട്, എനിക്ക് റെഡ് ഷർട്ടാണ് ഇഷ്ടം. വിച്ച്, അത് ഏത് ഷർട്ടാണ്? വിച്ച് മൈ അങ്കിൾ ഗേവ് ഫ്രം, എൻ്റെ അങ്കിൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് തന്ന ആ ഷർട്ടാണ് എനിക്കിഷ്ടം. അപ്പൊ അവിടെ ആ വിച്ച് വന്നത് എന്താണ്? റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഒരു സെന്റൻസ് പറഞ്ഞിട്ട് മറ്റേ സെന്റൻസിനെ അതിനായിട്ട് റിലേറ്റീവ് ചെയ്യുന്ന, അതാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഒരു സെന്റൻസിനെ മറ്റു സെന്റൻസിനെ ഏതാണ് എന്ന് പറയുന്ന ആ വർത്തനം ഉണ്ടല്ലോ, അങ്ങനെയുള്ള വേർഡ്സിനെയാണ് പ്രൊനൗൺസ് എന്ന് പറയാം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. അതുപോലെ അനദർ എക്സാമ്പിൾ, I like ഊട്ടി where we went in last years. അല്ലേ, ഞാൻ ഊട്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എവിടുത്തെ, എന്തുകൊണ്ടാണ്? വേർ വി ലാൻഡ് ഇൻ ലാസ്റ്റ് പോയതിൽ വെച്ച് എനിക്കിഷ്ടം ഊട്ടിയാണ്. അപ്പൊ ഐ ലൈക്ക് ഊട്ടി എന്നതിനെയും ലാസ്റ്റ് പോയതിൽ വെച്ച് എന്നതിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ്? വേർ വെച്ചിട്ടാണ്. സോ ദീസ് ടൈപ്പ് ഓഫ് സെന്റൻസ് ഈസ് കോൾഡ് റിലേറ്റീവ് പ്രൊനൗൺസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. Here they given some exercise for you. You can write the down 1, 2, 3. You have to connect with the relative pronouns. Okay, this is the house I purchased it from Peter. This is the house. ഇതാണ് വീട്. I purchased from the Peter. ഞാൻ പീറ്ററിൽ നിന്ന് വാങ്ങിയ വീടാണ്. എന്തായിരിക്കും? ഹൗസ് ആവുമ്പോ എന്തായിരിക്കും? അത് ഒരു സാധനമാണല്ലേ. അപ്പൊ എന്തായിരിക്കും അതില്? യെസ്, വിച്ച് അല്ലേ. He said something, it surprised me. ഇറ്റ് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനമാണ് അല്ലേ. അപ്പൊ എന്തായിരിക്കും? He said something which that surprised me. Okay, now third one, I saw a girl, she was carrying a basket on her head. അല്ലേ, അപ്പൊ എന്തായിരിക്കും? I saw a girl who was carrying a basket on her head. ഇവിടെ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് വിച്ച് ചേർത്തിട്ടുള്ളത്. സെക്കൻഡ് സെന്റൻസിൽ ഇറ്റിന് പകരമായിട്ടാണ് നമ്മൾ ദാറ്റ് ചേർത്തത്. തേർഡ് വണ്ണിൽ ഷീക്ക് പകരമാണ് നമ്മൾ ഹൂ ചേർത്തത്. അണ്ടർസ്റ്റുഡ്? സോ ഐ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വിച്ച് ആയിരിക്കും. ഇറ്റ് വരികയാണെങ്കിൽ ദാറ്റ് ആയിരിക്കും. ഷീയോ ഹിയോ വരികയാണെന്നുണ്ടെങ്കിൽ ഹൂ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? Okay, let's go to the next one. This one you have to write in your notebook. Okay, let's go to the 10th one. വളരെ സിമ്പിൾ ആണ്. അത് you have to rewrite the paragraph ആണ്. പാരഗ്രാഫിന് അവിടെ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ടില്ലേ? ദാറ്റ്, ടു, ലവ്ലി, ദ, വാസ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്, ടു എന്ന് പറഞ്ഞാൽ അതിലേക്ക്, ലവ്ലി യുനോ, ദ അറിയാം, വാസ് അറിയാം. സോ ജസ്റ്റ് ഈ സാധനങ്ങൾ വെച്ചിട്ട് ആ പാരഗ്രാഫിനെ റീറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇതിലല്ല ഉള്ളത്. അതിനെന്ത് ചെയ്യുക? ഈ കണക്റ്റീവ് സാധനങ്ങൾ വെച്ചിട്ട്, കറക്റ്റ് വേർഡ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിനെ റീറൈറ്റ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. നൗ ദ ലാസ്റ്റ് ആക്ടിവിറ്റി. Read the following sentence from the story, A Snake in the Grass. Take a note of the words in bold. The members of the following സെന്റൻസിലെ സ്റ്റോറിനെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യൽ, വേർഡ്സ് ബോൾഡിൽ എഴുതിയ വേർഡ്സിനെ നോട്ട് ചെയ്യാനാണ് പറയുന്നത്. റീഡ് ചെയ്തിട്ട്. The members of the family were greatly agitated to hear the news. Greatly agitated എന്ന് പറഞ്ഞാൽ എന്താ? We studied. എന്താണ് agitated എന്ന് പറഞ്ഞാല്? Okay. Second one, a hated debate followed. Hated എന്ന് പറഞ്ഞാല് നല്ല ചൂട് കൂടിയ. They ordered him not to make demands. അല്ലേ? ഓക്കെ, അതൊക്കെ എന്താണ്? ഓരോ ഇറ്റ്സ് ബെറ്റർ ടു സേ
ഹേറ്റഡ് ഡിബേറ്റ്, സ്ട്രോങ് ഡിബേറ്റിന് പകരം കമ്മിറ്റ് എ മിസ്റ്റേക്ക് എന്നുള്ളത് ഡിഡ് മിസ്റ്റേക്കിന് പകരം ഫാസ്റ്റ് ഫുഡ്, ക്വിക്ക് ഫുഡ്, ഹൈ മൗണ്ടെയിൻ, ടോൾ മൗണ്ടെയിൻ, മേക്ക് ഡിമാൻഡ്സ്, ആസ്ക് ഡിമാൻഡ്സ് ഒക്കെ സെയിം മീനിങ് വരുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? സെയിം മീനിങ് വരുന്ന വേർഡ്സ് ആണ് അതെല്ലാം. പക്ഷെ അത് എന്താണ് കുറച്ചും കൂടി ബെറ്റർ എങ്ങനെ പറയുന്നതാണ്, ഇപ്പൊ സ്ട്രോങ് മറ്റേ ടോൾ മൗണ്ടെയിൻ എന്ന് പറഞ്ഞതിനെക്കാട്ടും ബെറ്റർ എന്താണ് ഹൈ മൗണ്ടെയിൻ എന്ന് പറഞ്ഞാണ്. ഓക്കെ, ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ആസ്ക് ഡിമാൻഡ്സ് എന്നുള്ളതിന് പറയുന്നത് ആസ്കും മേക്കൊക്കെ മീനിങ് സെയിം ആയിട്ട് വരുന്നതാണ്. ആസ്ക് ഡിമാൻഡ്സ് എന്ന് പറയുന്നതിനേക്കാളും ബെറ്റർ എന്താണ് മേക്ക് ഡിമാൻഡ്സ് എന്ന് പറയുന്നതാണ്. അണ്ടർസ്റ്റുഡ്? ആൻഡ് അക്സെപ്റ്റ് ഓൾ തിങ്സ് യു ക്യാൻ ജസ്റ്റ് റീഡ്. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ടുള്ളതാണ്. യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ്. So that's for our unit. Today we are going finish this unit. Our class extend to almost 50. So that's it for today. Next class after the exam unit test we will start the next unit. Okay, till then, bye, take care. So that's it for today. Next class after the exam unit test we will start the next unit. Okay, till then, bye, take care.